സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ ഒന്ന് CS കളിച്ചു. ആ കളിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറയുന്നത്. സോ അധികം ലാഘടിപ്പിക്കാതെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകണം. ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ. സോ ഗീസ്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ സൗണ്ടൊക്കെ കേൾക്കും. നിങ്ങൾ അത് കാര്യമൊക്കെ അങ്ങനെ കളിയൊക്കെ തുടങ്ങി ഏകദേശം 2 കില്ലൊക്കെ എടുത്തപ്പോഴേക്കാണ് ഞാൻ കളി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ അത്ര സ്കിപ്പ് ചെയ്തത്. സോ കളിയൊക്കെ തുടങ്ങി. ഞാൻ നേരെ അങ്ങ് വന്നു. ഒരുത്തനെ ഇവിടെ കണ്ട്. ഞാൻ അവനെ ഒരു 18 അങ്ങ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഗ്ലൂവിൽ കവറെടുത്തു. ആ ടൈമിലാണ് ഗീസ് ഞാൻ വേർത്ത മന്നാണ്ടത്. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് മാറാൻ വിചാരിച്ചപ്പോഴേക്കും അടുത്തവൻ എന്നെ കയറി അടിച്ചു. ഞാനങ്ങനെ നോക്കായി, എൻ്റെ ടീംമേറ്റിന് നോക്കായി. അങ്ങനെ ഫസ്റ്റ് കളി തന്നെ ഐശ്വര്യമായിട്ട് ഞങ്ങൾ ഡിഫീറ്റായി. ഓക്കെ, നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, സോ ഈ കളി എങ്ങനെ എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കിങ്ഫിഷർ അങ്ങ് എടുത്തു. കിങ്ഫിഷറൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യാനാണ്. അതിന് ഞാൻ കുറച്ചൊക്കെ വെടി വെച്ച് വന്നപ്പോഴേക്കും എൻ്റെ ടീമേറ്റ് ഒരുത്തന്നെ അടിച്ചിട്ടു. ഞാൻ പിന്നെ ഈ സൈഡിലേക്ക് അങ്ങ് കയറി ഇവിടെ അങ്ങ് നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങ് മേളിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒറിയോണൊന്നും ശരിയായി വരുമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. ആ ടൈമിൽ തന്നെ എൻ്റെ ടീമേറ്റിനെ എടുത്ത് അടിച്ചങ്ങോട്ട്. അവൻ കയറി വന്ന ടൈമിൽ തന്നെ എൻ്റെ ടീമേറ്റിനെ ഞാൻ നോക്ക് കൺഫേം ചെയ്തു. ഞാൻ നേരെ അവൻ്റെ തലമണ്ടങ്ങ് പൊളിച്ച് അവനെ നോക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഓക്കെ, അതിന് ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. സോ അവിടെ ഒരു എനിമീനെ കണ്ടു. ഞാൻ എൻ്റെ ടീമേറ്റിന് കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരെ കുത്തിപ്പിടിച്ചു ഒരു 27 കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം അവനെ എനിമീനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ നോക്കാൻ കൺഫേം ചെയ്തേക്കാന്ന് വിചാരിച്ചപ്പോൾ എനിമി അങ്ങ് കയറി വന്നു. ഞാൻ നേരെ അവനങ്ങ് അടിച്ചങ്ങ് കില്ല് കൺഫേം ചെയ്ത് നേരത്തായിരുന്നു. അടുത്തവൻ കയറി അങ്ങ് വന്നെ. അവൻ ഗ്ലൂ ഇട്ടപ്പോൾ എൻ്റെ എനിമി അവിടെ കവറായി. അപ്പം ഞാൻ വിചാരിച്ചു അവൻ മിക്കവാറും കില്ലിനെ പൊക്കുമെന്ന്. എൻ്റെ അതിനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ എൻ്റെ ടീമേറ്റ് എന്നെ സംഭവിച്ചില്ല. നേരെ ഞങ്ങൾ അവനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് കളി വിക്ടറി കഴിച്ചല്ല, സെക്കൻഡ് കളി വിക്ടറി. അങ്ങനെ 3rd റൗണ്ടും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ 3rd റൗണ്ടിലും കാര്യങ്ങൾ അതിനങ്ങനെ തുടങ്ങി. ഞാൻ നേരെ കയറി വന്നു. സോ ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നു. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്കൊന്ന് പോയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് ഇനിമി ഒന്ന് അടിച്ചാലോ എന്ന് വിചാരിച്ചു. ചുമ്മൊന്ന് കുത്തിപ്പിടിച്ചിട്ട് ഞാൻ നേരെ സൈഡ് തിരിഞ്ഞു. തിരിച്ചൊക്കെ പോയി ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് സൈഡിൽ നിന്ന് എനിമി ഉണ്ടെങ്കിൽ അവനടിച്ച് ഇടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അവിടെ എന്തൊക്കെ ഫൈറ്റിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു. അതിന് എൻ്റെ ടീമേറ്റ് നേരെ ഒരുത്തരങ്ങ് കില്ലങ്ങ് എടുത്ത് നോക്കങ്ങ് ഇട്ടിട്ടുണ്ട്. പക്ഷെ നോക്കിനെ പൊക്കുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അന്നപ്പോഴേക്കും എൻ്റെ ടീമേറ്റ് കില്ലങ്ങ് കൺഫേം ചെയ്തു. സോ ഞാനിവിടെ അങ്ങ് നിൽക്കുക, ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ച് ഞാൻ താഴത്തേക്ക് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ അവിടെ എനിക്കൊരു എനിമി കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അവരൊരു 10 കൊടുത്തു. 10 കൊടുത്തപ്പോഴേക്കും അവനങ്ങ് എൻ്റെ ടീമേറ്റ് അങ്ങ് കൺഫേം കില്ലങ്ങ് എടുത്തു. ഞാൻ ഇവിടെ അങ്ങ് നിൽക്കായിരുന്നു. ഈ അപ്പോൾ ഞാൻ മണ്ടേക്ക് പോയി. ഇവിടെ നിന്ന് ആരെയും കണ്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് അങ്ങ് പോയി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ. ഇതെവിടെ എനിമി ഉണ്ടോ എനിക്ക് സംശയം വന്നു. ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ കയറിയിട്ട് ഇവിടേക്ക് ഒന്ന് തപ്പിയിട്ട് ഞാൻ അവിടെ സൗണ്ട് കേട്ടെടുത്ത് ഞാൻ പോയി. ആ ടൈമിലാണ് എൻ്റെ ടീമേറ്റിനെ അവിടുത്തെ കില്ലെടുക്കണം കണ്ടത്. ഞാൻ കുറച്ച് വെടിയൊക്കെ വെച്ചു. പക്ഷെ അവൻ്റെ മേത്തൊന്നും കൊണ്ടില്ല. അങ്ങനെ ഞാൻ അവിടെ നിൽക്കാറുണ്ട്. എൻ്റെ ടീമേറ്റ് അവനെ കണ്ടില്ല. അവൻ മേളിലേക്ക് വരുന്നു. അങ്ങനെ ഞാൻ നേരെ ഒറിയോൺ ഇട്ട് അവനെ കയറി കുറച്ചങ്ങ് ഡാമേജ് കൊടുത്തു. പുള്ളി എന്നെ നല്ല രീതിയിൽ ഡാമേജ് തന്നു. പക്ഷെ ഞാൻ എങ്ങനെയോ കുത്തിപ്പിടിച്ച് അവനങ്ങ് തീർത്തു. ഇപ്പം ഞാൻ ചത്താലും അവനെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീമേറ്റ് എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ചെയ്തത്. ഓക്കെ, ആൻഡ് ഇതെല്ലാം കളിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ കയറി പോകണം ഗൈസ്. അങ്ങനെ കളി തുടങ്ങി കുറച്ച് നേരം ആയിട്ടുള്ളൂ. എന്നപ്പോഴേക്കും ഒരു കില്ലും 2 നോക്കങ്ങ് വീണു. എൻ്റെ ടീമേറ്റും അവൻ്റെ ടീമേറ്റും. ഞാൻ ഇവിടെ കുറച്ച് ഡാമേജ് അങ്ങ് എടുത്തവനെ കില്ലെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് നടന്നില്ല. അങ്ങനെ 2 നോക്കും ഇരു ടീമുകളും റിവൈവ് ചെയ്തു. അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ആ ടൈമിലാണ് എനിക്ക് മേളിൽ നിന്ന് കൊടുത്ത് നല്ല ഡാമേജും കാര്യങ്ങളും തന്നത്. പക്ഷെ അവനെനിക്ക് കില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം അവൻ ഏകദേശം എന്നെ കൊല്ലണ്ടായിരുന്നു. എൻ്റെ ടീമേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ആ നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ബെഡടിക്കുക സൈഡിൽ കയറി അങ്ങ് നിന്നത്. അന്നപ്പോഴേക്കും ഒരു ഒറിയോൺ വന്നു. ഞാൻ നേരെ അവിടുന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് മെഡടിച്ചിട്ട് നേരെ അവനെ കൊല്ലാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അന്നപ്പോഴേക്കും എൻ്റെ ടീമേറ്റ് എല്ലാം എടുത്തു. പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടൊക്കെ ചെയ്തു. സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ വെടിയൊക്കെ വെച്ചിട്ട് കേഷ്വലി നിന്ന് അങ്ങനെ ഞാൻ കയറിപ്പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ കയറിപ്പോയപ്പോൾ എൻ്റെ ടീമിൻ്റെ കോഡിനെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് എനിമീസിന് കുറച്ച് നേരത്തേക്ക് മാർക്കായി കിട്ടി. ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ കയറിയങ്ങ് വന്ന് അവനങ്ങ് തട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ സൈഡിൽ നിന്ന് ആരും അറിയാണ്ടൊന്നും പതുക്കെ അവനെ തട്ടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവനെ ഞാൻ
കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴേക്കും ഇവൻ എന്നെ തട്ടി കേസ്. പിന്നെ എൻ്റെ കില്ല് അങ്ങ് കൺഫേം ചെയ്തു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റിയില്ല. പോരാത്തതിന് എൻ്റെ ടീമിന് 6 year old പ്ലെയറാണ്. മോൺസ്റ്ററായിട്ട് 6 year old ആണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എൻ്റെ ടീമേറ്റ് അങ്ങനെയൊക്കെ കില്ലങ്ങെടുത്തു. കില്ലെടുത്ത ടീമിലായിരുന്നു അവനെ ആരോ കില്ലെടുത്ത്. അങ്ങനെ കുത്തിപ്പിടിച്ച് എൻ്റെ ടീമേറ്റിനെയും അവന്മാർ കില്ലെടുത്തു. പിന്നെ ആരെങ്കിലും ഇമോട്ട് അടിക്കണ്ടോയെന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരും കില്ലൊന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ MP14 ലെവൽ 99 ആക്കി. ആ പീരീഡ് ചിപ്പൊക്കെ അല്ലേ, ആ ചിപ്പ് വെച്ച് അങ്ങനെ എവിടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് ഡാമൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ ടീമേറ്റിനെ പൊക്കാൻ പോയേക്കായിരുന്നു ചോദിച്ചു. അപ്പം അന്നപ്പോഴേക്കും എൻ്റെ ടീമേറ്റിനെ അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു ചോദിച്ചു. പിന്നെ കുറച്ച് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇത് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ചില പാർട്ടുകൾ ഇന്ന് മിസ്സാവുന്നുണ്ട്. എന്നെ കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവനാണെങ്കിൽ റഷർ ക്യാരക്ടർ ഇട്ട് നമ്മുടെ ഓസ്കാറിട്ട് നേരെ കയറുന്നു. വിട്ടുകൊടുക്കുമോ, നമ്മളെ നേരെ അടിച്ചങ്ങിട്ടുണ്ട് ചെക്കനെ. നമ്മളല്ല, ടീമേറ്റ് അടിച്ചങ്ങിട്ടുണ്ട്. ആ ടൈമിലാണെങ്കിൽ മേളിലൊരു 6 ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. മേളിലൊരു കിടു ഫൈറ്റ്. ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിലായിരുന്നു ഈസി. ഇവിടെ ഞാൻ വേറെ കാണുന്നത്. അങ്ങനെ ഇവനെ കുത്തിപ്പിടിച്ചങ്ങ് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഈ കളി എങ്ങനെ എടുക്കാൻ എനിക്ക് നല്ലൊരു പ്രശ്നവും കാര്യങ്ങളും കയറിയോണ്ട് ഞാൻ വല്ലാത്തൊരു ഗതികേടായിരുന്നു. ഈ എൻ്റെ ഡാം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ അവനെ നോക്കിയിട്ട് നേരെ എനിക്കറിയില്ല ഗീസ് എങ്ങനെയോ എടുത്തു. എനിക്ക് അത്ര പറയാനുള്ളൂ. ആ ടൈമിൽ എനിക്ക് കണ്ടിരുന്ന പ്രഷർ ഇതൊക്കെയായിരുന്നു പ്രഷർ. എന്തായാലും ഞാൻ കളി അങ്ങനെ ഒറിയോണുള്ളതുകൊണ്ട് എടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ.